ഇവിടെ എട്ടാമത്തെ ആക്ഷൻ നടക്കുന്നത്. ഇത് വേണ്ട, ഇതെല്ലാം ഞങ്ങൾ ഇടിക്കുക, വീണ്ടും വന്ന് ഇടിച്ചിടുവാണ്. ഇത് കണ്ടല്ലേ, ശരിയാക്കും, വണ്ടി ഇടിക്കും. ഇത് സത്യം പറഞ്ഞാൽ ആയുസേ ഇല്ല. ഒരാഴ്ച ആയതുള്ളൂ പണിഞ്ഞിട്ട്. ഇന്നലെ പണിഞ്ഞത് പോലും ഇടിച്ചിട്ട്. ഇന്നലെ പണി മണിക്കൂറിന് ശേഷം അടുത്ത ആക്ഷൻ ഉണ്ടായി. ഈ ഷട്ടർ അടിച്ച് മാറ്റിയതാ. പുതിയ ഷട്ടർ ഫിറ്റ് ചെയ്താ. കടയിടിച്ച് ഷട്ടറിനകത്ത് പോയി. 8 തവണ ഒരു കടയിൽ അപകടം നടക്കുമെന്ന് പറയാൻ ചിന്തിച്ചു നോക്ക്. KSTPയുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. 100% യാതൊരു സംശയമില്ല. ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഇതുവരെ ഒരു ജീവൻ പോയിട്ടില്ല. ഒരു ജീവൻ പോയാലേ ചിലപ്പോൾ എല്ലാവരും ഉണരത്തുള്ളൂ. അപകടമുക്കെന്നാണ് ഇപ്പൊ നാട്ടുകാർ വിളിക്കുന്നത്. കാരണം എന്നും ആക്സിഡന്റ് ആണ്. അതിലെ ഫുട്പാത്തിലൂടെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് വന്ന് ഈ ഫുട്പാത്തിലൂടെ കയറി ഇതിലെ ഇറങ്ങി പോകുക. വണ്ടി നിർത്തിയതേ ഇല്ല. വിട്ടുപോയിരുന്നു. രാത്രിയിലായതുകൊണ്ട് തന്നെ നമ്പർ വ്യക്തമല്ലേ. നമസ്കാരം. ഞങ്ങളിപ്പോൾ അത് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരം അല്ലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു കൊടും വളവാണ്. റോഡ് പണിയുള്ള അപാകതയാണ് ഈ അപകടത്തിന് കാരണം. അത് KSTP ആണ് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം നല്ല സ്ട്രൈറ്റ് വന്നിട്ട് പെട്ടെന്നൊരു കൊടും വളവ്. ഒരു അപകട സൂചനയ്ക്ക് ഒരു ഹമ്പോ ഒരു സൂചനാ ബോർഡോ ഒന്നുമില്ല. KSTP അധികൃതരെ അനാസ്ഥ തന്നെയാണ്. ഒന്നാലോചിക്ക്, 8 തവണ റോഡ് പണിഞ്ഞ് പൂർത്തിയായിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പിട്ട് 8 തവണയാണ് ഈ കടയിൽ അപകടം നടന്നത്. അവർ ശരിയാക്കും, വീണ്ടും വണ്ടി പേടിച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതുവരെ ജീവൻ പോയിട്ടില്ല. ആ ഒരു ഭാഗ്യമുള്ള ബാരിക്കേഡെല്ലാം ഇടിച്ചിട്ടേക്കും അല്ലേ? എനിക്കൊന്ന് ഇവിടുന്ന് അങ്ങോട്ടും ബാരിക്കേഡ് ഉണ്ടായിരുന്നല്ലോ. ഈ ബാരിക്കേഡ് അവിടം വരെ ഉണ്ടായിരുന്നു. വണ്ടി ഇടിച്ച് പോയാണ്. 8 ആക്സിഡന്റ് സംഭവിച്ചതല്ല. ആ ബാരിക്കേഡ് പോലും അവർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ തന്നെ നമുക്ക് ആ വണ്ടി ഇത് കാണുമ്പോൾ അറിയാം, നല്ലൊരു കൊടും വളവാണ് അവിടെ ഉള്ളത്. നിങ്ങൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യത്തിലേക്ക് കാണുമ്പോൾ അറിയാം. കണ്ടില്ലേ, ഇങ്ങനെ ഒരു വളവാണ്. അപ്പൊ രാത്രിയിലൊക്കെ വരുന്നവർ, പുലർച്ചയൊക്കെ വരുന്നവർ വീശിഞ്ഞ് വരുവാ. ഇവിടെ ഇപ്പം നടക്കുന്ന തുടർച്ച നടക്കുന്ന 8ാമത്തെ ആക്സിഡന്റ് ആണ്. ഇവിടെ ഓരോ ആക്സിഡന്റ് നടക്കുന്നത് ഇടിച്ചു പൊളിക്കും, വീണ്ടും ഇത് പണിയും. ഇത് വീണ്ടും പണി. ഇത് ഒരാഴ്ച അത് പണിഞ്ഞിട്ട് അപ്പുറത്തെ കടക്കാരൻ്റെ അത് ഇന്നലെ പണി തീർന്നതേ ഉള്ളൂ. മണിക്കൂറുകളുടെ ശേഷം അടുത്ത ആക്സിഡന്റ് ഉണ്ടായി. കാരണം ഈ റോഡിന്റെ വളവാണ് പ്രധാന കാരണം. അതായത് ഇവിടെ ഒരു ഡിവൈഡറോ മറ്റുള്ള കാര്യങ്ങൾ ഒരു അപകട സൂചന ഇല്ല. വരുന്ന വണ്ടി രാത്രിയിലൊക്കെ 100-140 കിലോമീറ്റർ സ്പീഡിലായി വണ്ടി ഇതിലെ വരുന്നത്. പകൽ സമയങ്ങളിൽ ഇവിടെ നിൽക്കാൻ പോലും വല്ലാത്ത അവസ്ഥ. പേടിയാണ്, ഭയമാണ്. അതുകൊണ്ട് ഈ വളവ് നൂത്ത് വരുമെന്ന് വെച്ചാൽ എന്തോ സ്പീഡിലാണ് വരുന്ന അറിയോ. സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒന്നും ഇവിടെ ബാരിക്കേഡ് പോലും ഇല്ല. ഈ ബാരിക്കേഡ് പോയിട്ട് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ഈ ബാരിക്കേഡ് വണ്ടി ഇടിച്ച് പോയത്. 8 ആക്സിഡന്റ് സംഭവിച്ച ബാരിക്കേഡ് മൊത്തം ഇത് പണി പൂർത്തീകരിച്ച് 1 വർഷമായതേ ഉള്ളൂ. 8 ആക്സിഡന്റ് ആയി. എങ്ങനെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യും? വലിയ പാടാ ഇവിടെ. സത്യം പറഞ്ഞാൽ പകൽ സമയത്ത് ഇവിടെ വാഹനം കൊണ്ടുവെക്കാനോ ഇവിടെ നിൽക്കാനോ ഭയമാണ്. ഇന്നലെ രാവിലെ ഒരു 3:30-4 മണിക്കകത്താണ് സംഭവിച്ചേക്കുന്നത്. ക്യാമറക്കത്തതാ കാണിച്ചേക്കുന്നത്. വണ്ടി ഏതാന്ന് സൈലോ പോലുള്ളൊരു വണ്ടിയാണ്, SUV വണ്ടിയാണ്. ആ വളവാണ് കാരണം. അവിടെ വെച്ചാൽ അവിടുന്ന് വണ്ടി ഓടി വരുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ആ റോഡ് അങ്ങോട്ടായി കാണുന്നത്. അവിടെ വരുമ്പോഴായിരിക്കും വണ്ടി ഇങ്ങോട്ടാണ് റോഡ് കാണുന്നത്. അപ്പോൾ വെട്ടി തിരിക്കുമ്പോഴാണ് ഈ അപകടമെല്ലാം വരുന്നത്. ഒന്നിൽ അവിടെ ഒരു ഡിവൈഡർ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഒരു സംവിധാനം സർക്കാർ ഈ റോഡിന്റെ ഭാഗത്ത് ചെയ്തില്ലെങ്കിൽ തുടർക്കഥയായിട്ട് വന്നിട്ടുണ്ടിരിക്കുകയും. ഈ അല്ലിമുക്ക് എന്നുള്ള സ്ഥലപ്പേര് മാറ്റിയിട്ട് അപകടമുക്കെന്ന് പേരാക്കി. ഇതോ കണ്ടില്ല, വണ്ടി ഏതാണെന്ന് അറിയത്തൊന്നുമില്ല. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20 വർഷമായിട്ട് ഈ പിറവന്തൂർ അല്ലിമുക്കിൽ ബാർബർ ഷോപ്പ് നടന്ന ചേട്ടനാണ് രാജൻ എന്നാണ് പേര്. ചേട്ടൻ തെങ്കാശി സ്വദേശിയാണ്. ഇടിച്ചിട്ട വാഹനം ഏതാണെന്ന് അറിയത്തില്ല. ദയവായിട്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടാ ഈ പൈസ ഇനി കൊണ്ട് കൊടുത്തേക്കണേ. ഞങ്ങൾ CCTV ക്യാമറ പരിശോധിച്ചപ്പം ഇത് ഒരു സൈലോ പോലുള്ള ഒരു SUV വണ്ടി അതിലെ ഫുട്പാത്തിലൂടെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് വന്ന് ഈ ഫുട്പാത്തിലൂടെ കയറി ഇതിലെ ഇറങ്ങി പോകുക. വണ്ടി നിർത്തിയതേ ഇല്ല. വിട്ടുപോയിരുന്നു. രാത്രിയിലായതുകൊണ്ട് തന്നെ നമ്പർ വ്യക്തമല്ലേ. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഈ ഇടിച്ച പോയ വണ്ടി ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നവർ അറിയാവുന്ന വാഹനമാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ പാവപ്പെട്ടവന്റെ പൈസ തിരിച്ചു കൊടുക്കണേ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ബാർബർ ഷോപ്പ് നടത്തുന്ന ഒരു ചേട്ടന്റെ സ്ഥാപനമാണ് ഇങ്ങനെ ഇടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഇട്ടേക്കുന്നത്. ഇടിച്ചിട്ട് നൈസ് അങ്ങ് മുങ്ങിയില്ലേ? അവന്റെ ഹെഡ്ലൈറ്റും എല്ലാം ഇവിടെ കിടപ്പുണ്ടല്ലേ? എളുപ്പമാണല്ലോ. ഇടിച്ചിട്ട് ആരും അറിയാതെ പുറച്ചയില്ലേ, അങ്ങ് വിട്ടാൽ മതിയല്ലോ. 8ാമത്തെ ഇടിയ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു പരിഹാരം ചെയ്യണമെന്ന് ഞാൻ ദയവേദ നിങ്ങളോട് പറയുകയാണ്. ഇതിന് ശാപമോശം കിട്ടണമെന്നുണ്ട് എൻ്റെ അഭിപ്രായം. 8 തവണ ഒരു കടയിൽ അപകടം നടക്കുമെന്ന് പറയാൻ ചിന്തിച്ചു നോക്ക്. KSTPയുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. യാതൊരു സംശയമില്ല. ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഇതുവരെ ഒരു ജീവൻ പോയിട്ടില്ല. ഒരു ജീവൻ പോയാലേ ചിലപ്പോൾ എല്ലാവരും ഉണരത്തുള്ളൂ. അതാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പ്രശ്നം.